കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരള സമൂഹത്തിൽ നിരന്തരം ചർച്ചയായതായിരുന്നു NSS-SNDP ഐക്യം. വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ സുകുമാരൻ നായരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഐക്യപ്പെടുകയാണ്. മുൻപ് ഒരു ഐക്യപ്പെടൽ ഉണ്ടായിരുന്നു, അത് തകർന്നു, ഇനിയൊരു തകർച്ച ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതും ഒരു വലിയൊരു പിന്മാറ്റം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിന്മാറ്റം? ഒരു കോമാളി കഥാപാത്രങ്ങളായി രണ്ടുപേരും മാറുകയല്ലേ? വാർത്ത പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ശരി, ആ വാർത്ത ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ, കോമളികളായിട്ട് തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തത്, ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായിരുന്നു. ആരാ തകർത്തത്? അതൊരിക്കലും തകരില്ല എന്ന് വിചാരിച്ചതാ. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് വരുന്നു, ദേവസ്വം ബോർഡില് നന്ദാചാര്യൻ വരുന്നു, ആറ് സംഘടന മുന്നോട്ട് വരുന്നു. അങ്ങനത്തെ വലിയ ബന്ധം ഹിന്ദു സമൂഹം ശരിക്കും അതൊരു വലിയ കാര്യമായിട്ട് കണക്കിലെടുത്തു. എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ഉദ്ഘാടനത്തിനെല്ലാം പുറത്തുനിന്നുള്ള ഹിന്ദു നേതാക്കന്മാർ വന്നു. ഇതേക്കുറിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുറച്ചു കാലം മുമ്പ് വീണ്ടും ഈ ഐക്യം വരുന്നു എന്ന് പറഞ്ഞ് ഒരുമിച്ച് വരലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ നടന്നു. ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഏച്ചു കയറ്റിയാൽ മുഴച്ചിരിക്കും അല്ലേ? ഇതൊരു ചൊല്ലാണ്. സത്യസന്ധമായുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന്റെ മറ്റൊരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ സമുദായങ്ങൾ കേരളത്തിലുണ്ട്, അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഹിന്ദു സമൂഹം ഒന്നായി ചേരുന്നത് ഈ സമുദായ നേതാക്കളിൽ കൂടി ആകുന്ന സമയത്ത് ആ സമുദായ നേതാക്കന്മാർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെ ആകാമല്ലോ. അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്താണ് പൊതുസമൂഹം പറയുന്ന കോമാളിത്തരം വരുന്നത്. ശരിക്ക് ഈ വിധത്തിലല്ല വേണ്ടത്. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സമുദായത്തിലെ ആൾക്കാരുണ്ട്. ഇപ്പൊ നായർ സമുദായത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സാമ്പത്തികമായിട്ടില്ലാത്ത, ഭക്ഷണം പോലും കിട്ടാത്ത, പാർപ്പിടമില്ലാത്ത ആളുകൾ. കേരളത്തിൽ ഇപ്പം മന്ത്രിമാരൊക്കെ ചിലപ്പോൾ പാർപ്പിടമില്ലാത്ത ആരുമില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മൾ അതിലേക്ക് തന്നെ കണക്കേണ്ടത്. ഈഴവ സമുദായത്തിലും ഇതേപോലത്തെ ആൾക്കാരുണ്ട്. ഇവർ ഈ നേതാക്കന്മാരെ ആരും കാണുകയോ അവരെന്താണെന്ന് അറിയുകയോ ഒന്നും ചെയ്യാത്തവരാണ്. ശരിക്ക് ഈ നായർ ഈഴവ ഐക്യം എന്ന ഏച്ചുകെട്ടി ഉണ്ടാക്കുന്നതിന് പകരം ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഒന്നിച്ച് കൂട്ടാനുള്ള ഒരു പദ്ധതിയല്ലേ വേണ്ടത്. അവരെ ഉൾക്കൊള്ളണ്ടേ, അവരുടെ ഹൃദയത്തിൽ ഏറ്റണ്ടേ. അതിന് നേതാക്കന്മാർ വിചാരിച്ചാൽ നടക്കൂ? ഇല്ല. ആ ഐക്യം കൊണ്ടുവരണമെങ്കിൽ പുറത്തുനിന്നുള്ള ഈ സമുദായ നേതാക്കളല്ലാത്ത ആൾക്കാർ, ഹിന്ദു ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഒന്നിച്ചുകൊണ്ടുവരുള്ളൂ. അപ്പം അവിടെ NSS-SNDP ഐക്യം, എല്ലാ നായരും NSS ആണോ? എല്ലാ ഈഴവന് SNDP ആണോ? മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ മലബാറിൽ തീയ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ തീയ വിഭാഗം ഇന്നും ഇവിടുത്തെ SNDP അംഗീകരിച്ചിട്ടില്ല. പലരും അവർ വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. നായർ സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വിഭാഗം ഇപ്പൊ NSSന്റെ വേറെ എന്തൊരു സംഖ്യ തുടങ്ങിയിട്ടില്ലേ? അപ്പൊ ഇവരൊക്കെ ഏത് വിഭാഗത്തിലേക്ക് പോകും? അതും ചിന്തിക്കണ്ടേ. അപ്പൊ സമുദായ സംഘടന നേതാക്കന്മാര് കൂടിച്ചേർക്കല്ല വേണ്ടത്, സമുദായങ്ങൾ ചേരുകയാണ് വേണ്ടത്. സമുദായങ്ങളിലെ സാധാരണക്കാര ആൾക്കാർ, താഴെ മുതൽ മുകളിലെ ആൾക്കാർ, ഇവിടെ നായാടി മുതൽ നമ്പൂതിരി വരെയെന്നോ നമ്പൂതിരി മുതൽ നായാടി വരെയെന്നൊക്കെ പറയുന്നില്ലേ, അതിനു പകരം ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും, അതെല്ലാ സമുദായത്തിലെ ആൾക്കാരെ ഒന്നിച്ച് ആക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് ഇത്തരം കാര്യങ്ങൾ വിജയിക്കൂ. ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ മനസ്സിലാക്കിയിടത്തോളം തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അതാക്കി. പക്ഷെ തുഷാർ വെള്ളാപ്പള്ളി SNDPയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെ മകനെ പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞത് ആരാ? സുകുമാരൻ നായരാണ്. അദ്ദേഹത്തിന് സ്വന്തം മകനെ സുകുമാരൻ നായരെ എഴുത്തേക്ക് അയച്ചതാരാ? വെള്ളാപ്പള്ളി നടേശനാണ്.
അവരെല്ലാം കൂടി തീരുമാനമെടുത്തിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ സുകുമാരൻ നായർ എടുത്ത് അയച്ചത്. ചർച്ച കഴിഞ്ഞിട്ടല്ലേ ശരിക്ക് ഇവരായിട്ട് ഡയറക്ടർ ബോർഡ് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടത്. അന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഡയറക്ടർ ബോർഡിൽ വെച്ചിട്ട് അതിനുശേഷം തീരുമാനം എടുക്കും എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അതെ, താൻ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു. പെട്ടെന്നായിരുന്നു ഈ പറച്ചിലും കാര്യങ്ങളൊക്കെ രണ്ടു പേരുടെയും കയ്യിൽ നിന്നുണ്ടായത്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നത് ചിന്തിക്കുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ചില രാഷ്ട്രീയക്കാർ പറഞ്ഞു നല്ലതാണ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്നുള്ളത്. ബാക്കി പല രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എല്ലാ കാലത്തും ചില മതസംഘടനകളെ നേതാക്കൾ പറഞ്ഞു നായർ പിന്നെ പെൺകുട്ടിയെ ഈ തുഷാറിന് കല്യാണം കഴിച്ചു കൊടുക്കുമോ മകളെ, അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ടായി. ചോദ്യം ഉണ്ടായി, സ്വാഭാവിക ഒരു ചെയ്യോ. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകണം എന്നാണ്, എന്നാലേ ഇത് ഏകദേശം പറയാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളാപ്പള്ളിയുടെ കുടുംബക്കാർക്ക് പിന്നെ സുകുമാരൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നായരുടെ ആൾക്കാർ ഏഴവന്റെ ആൾക്കാർ നായർ, മറ്റുള്ള ആൾക്കാരൊക്കെ പരസ്പരം വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനത്തെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. ശരിക്കും നോക്കുമ്പോൾ ഇതും കൂടി കൊണ്ടുവരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്താണ് ആഗ്രഹിക്കുന്നത്? ഈ സമൂഹത്തില് രാജ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന, രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, രാഷ്ട്രം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാർ മുഴുവൻ ഇവർ ഒരുമിച്ച് കൂടുന്നതിനെതിരാണ്. ഇതിലത്തെ ആൾക്കാരെ മുഴുവൻ അവർക്ക് കറന്നെടുക്കണം, അവരെ കൂടെ നിർത്തണം, അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് എറിഞ്ഞു കൊടുത്തിട്ട് അവരെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. അല്ല, NSSനും NSSന്റെ സെക്രട്ടറിക്കും ഒരു അല്പം പോലും ധാരണയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിലും കേരളത്തിലും തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന ഒരു സാമാന്യ ബോധം ഈ മനുഷ്യനില്ല. ആണ് ചിന്തിക്കേണ്ടത്. സാമാന്യ ബോധം വേണം, പക്ഷെ അത് വളരെയധികം ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് കൂടുന്നു, പെട്ടെന്ന് ഇല്ലാതെയാകുന്നു, ഒരു മുമ്പ് കൂടി വീണ്ടും അതില്ലാതെയായി. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് പിന്നെ വെള്ളാപ്പള്ളിയെ മറ്റേ ലീഗുകാർ വിമർശിച്ച സമയത്ത് ഇത്രയും പ്രായമുള്ള ഒരാളെ വിമർശിക്കുന്നത് തെറ്റാണെന്നുള്ളത് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കൊണ്ടുവന്നിട്ട് പിന്നെ അവസാനം കൊണ്ടുവന്ന് കലയുടയ്ക്കും പോലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം വരെ പരസ്യമായിട്ടുള്ളൊരു മാധ്യമങ്ങളിൽ കൂടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ രണ്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ദീർഘായുസ്സും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. കേരളത്തിൽ ഒരു ഹൈന്ദവ ഐക്യം എന്നെങ്കിലും ഉണ്ടാകുമോ? പണ്ട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഇത്തരം പ്രതിസന്ധികളിലൂടെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു ഐക്യപ്പെടൽ ഭാവിയിൽ ഉണ്ടാകും. ഐക്യപ്പെടൽ ഇതേപോലെ ആകരുത്, ഈ ഏച്ചു കെട്ടും പോലെ ആകരുത്. ഐക്യം വഴിപ്പെടും സാധാരണ ഹൃദയത്തിൽ നിന്ന് വരണം. ആ ഹൃദയം തമ്മിലുള്ള യോജിപ്പിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവൂ. രണ്ട് പേര് പരസ്പരം യോജിച്ചത് കൊണ്ട്, അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി യോജിച്ചതുകൊണ്ട് ഐക്യമാകാൻ പോകുന്നില്ല. മനസ്സിൽ മാറ്റം വരണ്ടേ? മനസ്സാണ് മാറേണ്ടത്, ചിന്തയാണ് മാറേണ്ടത്. ആ ചിന്ത മാറിയാൽ മാത്രമേ യഥാർത്ഥ ഐക്യം ഉണ്ടാവൂ. ആ ഐക്യം നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കുന്നതിലൊന്നും ഉണ്ടാകുന്നതല്ല. മനസ്സിൽ മാറ്റം വന്നിട്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണ്ടേ. ഇപ്പൊ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രം എൻ്റേതുമാണ്, മറ്റ് ഈഴവൻ്റെതുമാണ്, മറ്റ് പട്ടികജാതിക്കാരൻ്റെതുമാണ്, വനവാസിയുടേതുമാണ് എന്ന് അവർ ക്ഷേത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അതിൽ യോജിപ്പുണ്ട്. അവർ ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം ചെയ്ത് കഴിച്ച് ഒന്നിച്ചാൽ മതി. മന്നത്ത് ആചാര്യൻ NSS തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ കർമ്മപദ്ധതിയിൽ ഒന്ന് എന്തായിരുന്നു? ഹരിജനോദ്ധാരണമായിരുന്നു. ക്ലാസ് 4 ജീവനക്കാരെല്ലാവരും ഹരിജന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഓഫീസുകളിൽ. അദ്ദേഹം നിരവധി ആൾക്കാരെ പഠിപ്പിച്ചിരുന്നു. ഹൃദയം കൊണ്ട് ഈ പട്ടികജാതിക്കാരെ അദ്ദേഹം സ്നേഹിച്ചിരുന്നതും തെളിവാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് മന്നത്താചാര്യന്റെ ചെറുമകളായിരുന്ന സുമതിക്കുട്ടിയമ്മ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സുമതിക്കുട്ടിയമ്മ പറഞ്ഞു, എൻ്റെ വീട്ടില് അയ്യങ്കാളി അപ്പൂപ്പൻ വരുന്ന സമയത്ത് ഞങ്ങളെ
എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ചത് അയ്യങ്കാളി അപ്പൂപ്പൻ എന്ന് വിളിക്കണം എന്നുള്ളതാണ്. അമ്മൂമ്മയായിരുന്നു ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കൊണ്ടുപോയി കഴുകിയിരുന്നത്. ടി കെ മാധവൻ അമ്മാവൻ എന്ന് വിളിക്കണം എന്നാണ് അപ്പൂപ്പൻ പഠിപ്പിച്ചത്. അങ്ങനെ വിളിക്കണമെന്നാണ്. ഇതൊരു മാനസിക പരിവർത്തനമല്ലേ? ഇവിടെ പട്ടികജാതിക്കാരനെ, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ആ നിലയ്ക്ക് മനസ്സുകൊണ്ട് അമ്മാവനായിട്ടും അപ്പൂപ്പനായിട്ടും ഒക്കെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി മന്നത്താചാര്യം പഠിപ്പിച്ചു. ചെറുമക്കൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. ഇതിന്റെ ഫലമായിട്ടല്ലേ, ഈ ചിന്തയുടെ ഫലമായിട്ടല്ലേ കെ കേളപ്പജി കേളപ്പൻ എന്നുള്ളതാക്കിയത്, കേളപ്പൻ നായർ. അതേപോലെ നമ്മുടെ മന്നത്ത് പത്മനാഭപിള്ള മന്നത്ത് പത്മനാഭൻ എന്നാക്കി. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു സംഭവങ്ങളുണ്ട്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു പ്രസ്ഥാനം പിന്നീട് എവിടെയോ നിന്നിട്ട് മാറിപ്പോയി. ഇപ്പം മന്നത്ത് പത്മനാഭ ഇവിടെ ജനങ്ങളെ, ഹിന്ദുക്കളെ കൂട്ടി യോജിപ്പിക്കുന്ന, ഒന്നിച്ച് ചേർന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. മന്നത്ത് പത്മനാഭൻ RSSനോട് വലിയൊരു ചിന്തയുണ്ടായിരുന്നു. ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് ഏകോപിപ്പിച്ച് ഈ രാഷ്ട്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന RSSന് മാത്രമേ സാധിക്കൂ എന്നുള്ള മന്നത്താചാര്യം പറഞ്ഞിട്ടുണ്ട്. സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഖ്യയിലായിരുന്ന പരംപൂജ്യ ഗുരുജി വരുന്ന സമയത്ത് മന്നത്താചാര്യൻ അദ്ദേഹത്തിനെ കാണാൻ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇങ്ങോട്ട് വരും. രണ്ടിലൊരു സംഭവം സ്ഥിരമായിട്ടുണ്ട്. സംഘപരിപാടിയിൽ അദ്ദേഹം നിരന്തരമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ശരിയായിരുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടല്ലേ ഇന്നത്തെ നേതൃത്വത്തിനുള്ളത്. മാധവജി എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പ്രചാരന്മാരൊരാളെ പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്താൻ വേണ്ടി ഹിന്ദു മഹാമണ്ഡലത്തിൽ ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്. പരമേശ്വർജിയെ വിളിച്ചിട്ടുണ്ട്, മാധവജി വിളിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഐക്യം അല്ല ഉണ്ടാകേണ്ടത്. ആ ഐക്യം നിലനിൽക്കില്ല. നേരെ മറിച്ച് ഈ സമുദായത്തിലെ സാധാരണക്കാരുള്ള ആൾക്കാർ അവർ തമ്മിലുള്ള ഐക്യമാണ് ഉരുത്തിരിഞ്ഞു വരേണ്ടത്. എനിക്ക് തോന്നുന്നു അവർ തമ്മിലൊന്നും ഒരു പ്രശ്നമില്ലതാണ്. പ്രശ്നം ഇത്തരം ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ നായരാണെന്നുള്ള മനോഭാവവും ഞാൻ ഈഴവനാണെന്നുള്ള മനോഭാവവും ഞാൻ പട്ടികജാതിക്കാരനാണെന്നുള്ള മനോഭാവമൊക്കെ ഈ നേതാക്കന്മാർ ഇവരിൽ കുത്തിവെക്കുന്നതാണ്. ഒരു കാലത്തും ഹിന്ദു യോജിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില രാഷ്ട്രീയക്കാരിലൊക്കെ പിന്നിലുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ പിന്നിലുണ്ട്. ഇപ്പൊ നമുക്ക് അല്ല, ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞ ഞാൻ കേട്ടു, ഈ പ്രാവശ്യമായിരുന്നു സുകുമാരൻ നായർ അങ്ങനെ ഉച്ചരിച്ചത് ഹിന്ദു സമുദായ സംഘടന. മുൻകാലങ്ങളിൽ സമുദായ സംഘടന അത് തന്നെയാണ് വെള്ളാപ്പള്ളി ഉച്ചരിച്ചത് ഹിന്ദു സംഘടനയെന്ന്. അതൊരു വലിയ മാറ്റമായി പലരും കാണുന്നു. അത് മാറ്റമായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാര്യം, അടിത്തട്ടിലുള്ള ആൾക്കാര്, സാധാരണക്കാരുള്ള ആൾക്കാർ, ഈ സമുദായ അംഗങ്ങൾ, സമുദായത്തിലെ വ്യക്തികൾ, അവരിൽ നിന്ന് ആ മനോഭാവം മാറ്റിയിട്ട് ഞങ്ങൾ ഒന്നാണെന്നുള്ള ഭാവം ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാക്കാൻ അത്തരം ആൾക്കാരും കൂടി മുന്നോട്ട് വരണം എന്നുള്ളതാണ്.